കോഴിക്കോട് ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികളുടെ അതിരുവിട്ട ഓണാഘോഷത്തിൽ നടപടിയെടുത്ത് പോലീസ്. 10 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം ഓണാഘോഷത്തിന് കോളേജുമായി ബന്ധമില്ലെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. കോളേജിന് പുറത്ത് സ്വന്തം നിലയ്ക്കാണ് ആഘോഷം നടത്തിയതെന്നും വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. അഭ്യാസ പ്രകടനത്തിൽ സ്വമേധയാ ഹർജി സ്വീകരിച്ച ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനോടും പോലീസിനോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്ന് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. ഇതിപ്പോൾ ഫറൂഖ് കോളേജിലെ ദൃശ്യങ്ങളാണ്. അതിലിപ്പോൾ നടപടിയെടുത്തിരിക്കുന്നു. പോലീസ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടലും ഉണ്ടായിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? വിനിത വേണു, കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ വാഹനങ്ങൾ നിരത്തിലിറക്കി അഭ്യാസ പ്രകടനം അല്ലെങ്കിൽ അതിരുവിട്ട രീതിയിലുള്ള ആഘോഷം നടത്തിയത്. ഇത് അപകടകരമായ രീതിയിലാണ് എന്നാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും അടക്കം വിലയിരുത്തുകയും ചെയ്തത്. ഇക്കാര്യത്തിലാണ് ഹൈക്കോടതി സ്വമേധയാ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് നടപടി. ഇത് സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പിനോടും പോലീസിനോടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ഈ നടപടി. ഇതിൽ അല്പസമയത്തിനുള്ളിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും റിപ്പോർട്ട് നൽകുകയും വേണം. ഇതിൽ സ്വമേധയാ സ്വീകരിച്ച നിരവധിയായ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. പ്രത്യേകിച്ചും ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഗതാഗത മോട്ടോർ വാഹന നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട സ്വമേധയാ സ്വീകരിച്ച ഹർജികളാണ്. ഇക്കൂട്ടത്തിലാണ് ഈ വിഷയവും പരിഗണിക്കുന്നത്, ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഇത് പരിഗണിക്കുമ്പോൾ പോലീസ് അറിയിച്ച കാര്യം 10 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു എന്ന കാര്യമാണ് അറിയിച്ചത്. നേരത്തെ ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് കോടതി പരിശോധിച്ചതും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി സ്വമേധയാ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ കേസെടുത്തതും. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് കൂടി എന്തെല്ലാം നടപടി സ്വീകരിച്ചു എന്ന കാര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകും. ഡിവിഷൻ ബെഞ്ചിന് മുന്നിലാണ് ഈ വിശദീകരണം നൽകുന്നത്. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടിയിലാണ് ഈ വിശദീകരണം. ഇതിൽ 10 വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്ന കാര്യമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം കൂടി അല്പസമയത്തിനുള്ളിൽ ലഭ്യമാക്കും. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.